നമസ്കാരം. അനേകം ക്രിമിനൽ കേസിൽ പ്രതിയായ വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രപതിയിൽ നിന്നും പത്മഭൂഷൺ ഏറ്റുവാങ്ങുന്ന ദുരന്ത കാഴ്ച കാണേണ്ടി വന്ന നിരാശയിലായ കേരളീയ സമൂഹത്തിന് ആഹ്ലാദം നൽകുന്ന കാഴ്ചയായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി പുഞ്ചിരിയോടുകൂടി ആ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഒരു അവാർഡ് രാജ്യം നൽകിയതല്ലേ, പോയി വാങ്ങിക്കോളാം എന്ന തരത്തിൽ ഒരു പുച്ഛഭാവത്തോടെ അല്ല, അല്ലെങ്കിൽ ഈ പുരസ്കാരമൊക്കെ എനിക്കെന്ത്, ഞാൻ അതിനേക്കാൾ വലുതാണ് എന്ന ഭാവത്തിലുമല്ല. നേരെ മറിച്ച് രാജ്യം തന്നെ അഭിനന്ദിച്ചതിലുള്ള എളിമ കലർന്ന, വിനയം കലർന്ന ആവേശത്തിലും സ്നേഹത്തിലുമാണ് മമ്മൂട്ടി പോയി പുരസ്കാരം വാങ്ങിയത് എന്ന് ആ പുരസ്കാരം കൈപ്പറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി വ്യക്തമാക്കുന്നു. രാഷ്ട്രപതിയുടെ മുമ്പിൽ പുരസ്കാരം വാങ്ങിയതിന് ശേഷം വിനയാന്വിതനായി നിന്ന മമ്മൂട്ടിയുടെ ചിത്രത്തിൻ്റെ അടിക്കുറിപ്പായി അഞ്ജു പാർവതി പ്രബീഷ് 2 വരി എഴുതിയത് അതുകൊണ്ടാണ്. ഹൃദയത്തെ തൊട്ട ചിത്രം, രാജ്യം നൽകിയ ഉന്നത പുരസ്കാരം കൈമാറിയ നിമിഷം മാത്രമല്ല ചിത്രം. അധികാരത്തിൻ്റെ ഉന്നതിയിൽ ഇരുന്നാലും വിനയത്തിൻ്റെ ഭാഷ മറക്കാത്ത രാഷ്ട്രപതിയുടെ മഹത്വവും ജീവിതം മുഴുവൻ സമർപ്പണമായി മാറ്റിയ കലാകാരൻ്റെ നേട്ടവും ഒരേ ഫ്രെയിമിൽ പതിഞ്ഞ നിമിഷത്തെ പകർത്തിയ ചിത്രമാണിത്. ബഹുമതി സ്വീകരിക്കുന്ന കൈകളെ പോലെ തന്നെ അത് ആദരവോടെ നൽകിയ കൈകളും ചരിത്രത്തിൽ ഇടം നേടുന്നു. ഇത് ഓരോ മലയാളിക്കും അഭിമാന ചിത്രം. ഈ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കുക. രാജ്യം തനിക്ക് അർഹതപ്പെട്ട പുരസ്കാരം നൽകിയത് കൈപ്പറ്റിയപ്പോൾ അനുഭവിച്ച നിർവൃതിയും വിനയവും ആ കണ്ണുകളിലുണ്ട്. അല്പം തലകുനിഞ്ഞ് മമ്മൂട്ടി ഇത് അഭിമാനത്തോടെ ഏറ്റുവാങ്ങുമ്പോൾ രോഗാതുരമായ ഒരു കാലം അടുത്ത കാലത്ത് കടന്നുപോയതിൻ്റെ ആത്മവിശ്വാസവും കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെയാവാം ഈ ചടങ്ങിൻ സാക്ഷിയായിക്കൊണ്ട് മമ്മൂട്ടിയുടെ പ്രിയപുത്രൻ ദുൽഖർ അവിടെ ഇരുന്ന് അറിയാതെ കൈയടിച്ചു പോയത്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട വളരെ അപൂർവം പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. മൊബൈൽ ഫോൺ പോലും കൈവശമെടുക്കാൻ അനുമതിയില്ല എന്നോർക്കണം. ആ സുരക്ഷാ പ്രോട്ടോക്കോളിനിടയിൽ കൈയടിക്കാൻ ആൾക്കൂട്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷെ തൻ്റെ ഉപ്പയുടെ നേട്ടം കണ്ട് കണ്ണു നിറഞ്ഞ് മനം നിറഞ്ഞ് ആ മകൻ കൈയടിച്ചപ്പോൾ അതും ചരിത്രത്തിൻ്റെ ഭാഗമായി. നിരവധി പ്രമുഖരാണ് ഇന്നലെ ഡൽഹിയിൽ പുരസ്കാരം വാങ്ങാൻ വേണ്ടി എത്തിയത്. മലയാളത്തിൽ നിന്ന് ജസ്റ്റിസ് KT തോമസ് പത്മഭൂഷണേക്കാൾ ഉയർന്ന പത്മവിഭൂഷണാണ് ഏറ്റുവാങ്ങിയത്. വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ ഉണ്ടായിരുന്നു. ഇവരുടെ ആരുടെയും ചിത്രം പ്രധാനമന്ത്രി മോദി തൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടില്ല. പകരം മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫിയും മകൻ ദുൽഖറും മകൾ സുറുമിയും മരുമകൾ സൂഫിയയും പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയ ചിത്രമാണ് പുറത്തുവിട്ടത്. ഒരു ചിത്രമല്ല, 4 ചിത്രവും പ്രധാനമന്ത്രി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചു. ഫേസ്ബുക്കിൽ അത് ഏതാണ്ട് 2 ലക്ഷത്തോളം പേരുടെ ലൈക്ക് നേടാൻ കാരണമായി. 5000-ലധികം ആളുകൾ അത് ഷെയർ ചെയ്തു. മോദിയുടെ ഫേസ്ബുക്ക് പേജിൽ സാധാരണ വരുന്ന ലൈക്കുകളുടെ 4 ഇരട്ടിയാണ് ഇത്. സാധാരണ പോസ്റ്റുകളുടെ കാര്യമാണ് പറഞ്ഞത്. സുപ്രധാനമായ കാര്യങ്ങൾക്ക് ലക്ഷക്കണക്കിന് ലൈക്ക് കിട്ടാറുണ്ട്. എന്ന് വെച്ചാൽ മോദിയും രാജ്യവും മമ്മൂട്ടിയുടെ ഈ പുരസ്കാരത്തെ മറ്റുള്ള പുരസ്കാരങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ ആദരിക്കുന്നു എന്നർത്ഥം. അപ്പോഴൊരു ചോദ്യം ബാക്കിയാവുന്നു. വെള്ളാപ്പള്ളി അടക്കം പ്രമുഖന്മാർ പലരും അവിടെ എത്തി ഈ പുരസ്കാരം വാങ്ങിയിട്ടും അവർക്കൊന്നും മോദിയെ കാണാൻ കഴിയാതെ വന്നപ്പോൾ എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് അതിന് സാധിച്ചത്? മമ്മൂട്ടി എന്ന കലാകാരനുള്ള ആദരവായി അത് വാഴ്ത്തപ്പെടുന്നു. അതുകൊണ്ടാണ് വിനോദ് കുമാർ ഇങ്ങനെ എഴുതിയത്: പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് പത്മ അവാർഡ് വാങ്ങി പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു മാത്രമേ തിരിച്ചു പോകാവൂ എന്ന് നിയമമൊന്നുമില്ല. എന്നിട്ട് മമ്മൂട്ടി എന്തിനായിരിക്കും കുടുംബസമേതം മോദിയെ കാണാൻ പോയത്? സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മോദി ഗുരുവായൂരിൽ വന്നപ്പോൾ മമ്മൂട്ടി മോദിയെ തൊഴുതില്ല എന്ന് സംഘികളുടെ പരാതി തീർക്കുവാൻ മറ്റുമാണോ അത്? അതോ കണ്ടോടോ ഞങ്ങളുടെ മമ്മൂട്ടി നിങ്ങളുടെ മോദിയെ മൈൻഡ് പോലും ചെയ്തില്ല എന്ന് പറഞ്ഞ് ആഘോഷിച്ച സുടുക്കൾക്കുള്ള മറുപടിയാണോ? ഇത്തരം ചോദ്യങ്ങൾക്ക് പോലും അവസരമൊരുക്കുന്ന തരത്തിലായിരുന്നു ആ പോസ്റ്റിംഗ് വന്നത്. BJP യുവ നേതാവായ യുവരാജ് ഗോകുൽ പറഞ്ഞത് ദുൽഖർ സൽമാന്റെ കയ്യിൽ ചേർത്ത് പിടിച്ച മോദിയുടെ കരുതലിനെ കുറിച്ചാണ്. എനിക്കിഷ്ടപ്പെട്ടത് ദുൽഖറിൻ്റെ കയ്യിലെ മോദിജിയുടെ ആ പിടുത്തമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കുറിപ്പിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് ആവേശത്തോടു കൂടി പരതിയത് മമ്മൂട്ടി ഷെയർ ചെയ്തിരിക്കുന്ന ഈ ചിത്രങ്ങളുടെ അടിയിലെ കമൻറ്റ് എന്താണ് എന്നറിയാനാണ്. മമ്മൂട്ടി മോദിയുടെ പോസ്റ്റ് ഷെയർ ചെയ്തത് മാത്രമല്ല, അതിനു മുൻപ് പുരസ്കാരം ഏറ്റുവാങ്ങിയതിൻ്റെ ചിത്രവും ഇട്ടു. മോദിയെ പോയി കണ്ടതിൻ്റെ ആവേശത്തോടെ ദുൽഖർ സൽമാനും തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ലക്ഷക്കണക്കിന് ലൈക്സും ഷെയറും ഒക്കെ എത്തിയ പോസ്റ്റുകളാണ് ഇത് രണ്ടും. ഈ പോസ്റ്റുകളുടെ അടിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചാണകത്തിൽ വീണു, ചാണകത്തിൽ ചവിട്ടി, മകന് പുരസ്കാരം കിട്ടാൻ വേണ്ടിയുള്ള അടവ് പത്മഭൂഷണിലേ കിട്ടിയുള്ളൂ, ഇനി ഭാരതരത്നം വേണം തുടങ്ങിയ കമൻറ്റുകളാണ്. അത്രമാത്രം മോദി വിരോധികൾ മമ്മൂട്ടി ഫാൻസിലുണ്ടെന്നോർക്കണം. മോദി വിരോധം തലയ്ക്ക് പിടിച്ച് എന്ത് വൃത്തികേടും പ്രചരിപ്പിക്കുന്ന വലിയൊരു വിഭാഗം. പക്ഷെ അതിശയത്തോടെ പറയട്ടെ, ഒരൊറ്റ ഒരുത്തൻ പോലും ഇക്കുറി മോങ്ങാനെത്തിയില്ല.
എല്ലാവരും വായടച്ച് വീട്ടിലിരിക്കുന്നു. വളരെ വിചിത്രമായ ഒരു പ്രതിഭാസമായി അതെനിക്ക് അനുഭവപ്പെടുന്നു. രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം വാങ്ങിയാലോ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടാലോ തെറി വിളിച്ച് ശീലിച്ചവർക്കൊക്കെ കാര്യം പിടികിട്ടിയതാണോ? അതോ ഇങ്ങനെ ചീത്ത വിളിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, മോദിയും സംഘപരിവാരും അവരുടെ പണി ഭംഗിയായി ചെയ്ത് മുമ്പോട്ട് പോകും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ? എന്തായാലും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമായിരുന്നു മമ്മൂക്ക രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം വാങ്ങിയതും അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രിയെ പോയി കുടുംബസമേതം സന്ദർശിച്ചതും. മമ്മൂക്കയ്ക്കും കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ദീർഘായുസോടുകൂടി ഈ നാടിനെ ഇങ്ങനെ കലയുടെ പാരമ്യത്തിലേക്ക് എത്തിച്ച് സേവിക്കാൻ ഇനിയും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.